പിണറായി സർക്കാർ കുറെ ആനുകൂല്യങ്ങളും അത് സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട്. നമസ്കാരം. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ പിണറായിക്ക് മാത്രമേ ഒരു വികസനം ക്ഷേമം എന്ത് കാര്യത്തിലായാലും പിണറായിക്ക് അത് ചെയ്യാൻ കഴിയൂ. മറ്റുള്ള ഭരണസമിതി വന്നാലും നമ്മള് കണ്ട അവസ്ഥയാണ്. എന്തായാലും അങ്ങനെ ചെയ്യൂല. ചെയ്യുന്ന ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് പിണറായി സർക്കാരേ ഉള്ളൂ. UDF പറയുന്നുണ്ട് UDF എന്തായാലും അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്ന അവസ്ഥ നമ്മള് കണ്ടതാണ്. 18 മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക നമ്മളെ പിണറായി സർക്കാർ വന്നിട്ട് 18 മാസത്തെ കുടിശ്ശിക 600 രൂപ കൊടുത്ത് തീർത്തിട്ടാണ് ഇപ്പൊ 2000 രൂപ വരെ എത്തി. UDF പറയുന്നുണ്ട് അവര് അധികാരത്തിൽ വന്നാൽ 3000 കൊടുക്കും. അത് ഭരണത്തിൽ ഇരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇതാണ് നമ്മളെ ഒരു 600 കൊടുക്കാൻ പറ്റാത്തവരെ ഇനി 3000 കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങളെ. അപ്പൊ വെറുതെ ഒരു തട്ടിപ്പാണ് പറയുന്നത്. എങ്ങനെയാന്ന് നമ്മളെ രീതി. നമുക്ക് വേടിക്കാർക്ക് പിണറായി സർക്കാർ കുറെ ആനുകൂല്യങ്ങളും അത് സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട്. ഇനിയും തുടർന്ന് വരണമെന്നാണ് പിടിത്തൊഴിലാളികളെല്ലാം ആഗ്രഹിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിലായാലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും റോഡ് ബൈപ്പാസ് മറ്റേ ചൂരൽമലയിലുള്ള പോലെ ഉള്ള ദുരന്തം വീട് വെച്ച് കൊടുക്കണേ ഏത് സർക്കാർ വന്നാലും അതൊരു കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തായാലും വരും. തുടർ ഭരണം ഉണ്ടാകും.